പിന്നീട് ഞാൻ കുറേശ്ശെ എഴുത്തിൻ്റെ രംഗത്തിലേക്ക് വന്നു, കവിത എഴുതാൻ തുടങ്ങി. കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര് EP പറഞ്ഞ കഥകൾ, 10 കഥകളാണ്. പിന്നീട് എൻ്റെ ആത്മകഥ, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഉപ്പാടെ കഥ, എൻ്റെ ഉപ്പാടെ ചരിത്രം, എൻ്റെ കുടുംബചരിത്രം എല്ലാം, എൻ്റെ അനുഭവങ്ങളെല്ലാം വെച്ച് ഓർമ്മയിൽ മുഖം നോക്കുമ്പോൾ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഒരു കവിത, 101 കവിത, അരണി കടഞ്ഞെടുത്ത പ്രണയം എന്നുകൊണ്ടൊരു കവിത പ്രസിദ്ധീകരിച്ചു. പിന്നെ അനുവാദങ്ങളിൽ എഴുതുന്നുണ്ട്, കുറേ മുമ്പേ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും കലാകൗമുദി, മാധ്യമം, മനോരമ ഇതിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്നും കലാകൗമുദി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമാതിരി സിനിമാ ലോകത്തും ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ മദ്രാസിൽ ഉള്ള കാലത്ത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിത്യഹരിത നായകൻ പ്രേമനസിംഹായിട്ടുള്ള അടുപ്പമാണ്. ആ അടുപ്പം വളരെ സുദൃഢമായ അടുപ്പമായിരുന്നു. അന്ന് ഒരാൾക്കും ഫിലിം സ്റ്റുഡിയോയിൽ കയറി ഷൂട്ടിംഗ് കാണാൻ പറ്റില്ല. നസീറിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് ഏത് സ്റ്റുഡിയോയിൽ പോയി സിനിമ ഷൂട്ടിംഗ് കാണാൻ പറ്റിയിരുന്നു. അദ്ദേഹം എനിക്ക് കല്യാണത്തിന് അന്ന് ഒരു കാഞ്ചീപുരം സാരി തന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പിന്നെ അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഞാൻ മദ്രാസിലുണ്ടായിരുന്നു. എല്ലാ വർഷവും എനിക്കുണ്ടായിരുന്ന അവിടെ സീനത്ത് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് പ്ലാസ്റ്റിക് കമ്പനിയായിരുന്നു. എല്ലാ വർഷവും ഞാൻ അദ്ദേഹത്തിന് ഡയറി സമ്മാനിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അടുത്തൊരു ബന്ധുവായിരുന്നു, അടുത്ത ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു മ്യൂസിക് ഡയറക്ടർ ബാബുരാജ്. ബാബുരാജായിട്ട് വളരെ അടുപ്പമായിരുന്നു ഞാൻ. അദ്ദേഹം താമസിച്ചിരുന്ന ശേഖർ ലോഡ്ജിലെ